സിമ്പിൾ സോൾവ്സ്. ഒരിക്കൽ എനിക്ക് പരിചയമുള്ള ഒരാൾ എൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. അന്നേരം അദ്ദേഹം വളരെ കാഷ്വലായിട്ട് ആരെയോ പറ്റി ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, ഉവ്വ് എനിക്കറിയാം, ആളെ എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എടുത്ത വായിക്ക് ചോദിച്ചേ, ആളെ അറിയോ, തനിക്ക് ശരിക്കും അറിയോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിന്നെന്താ, എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്, എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്തൊരു തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. എന്താണെന്നറിയോ, പരിചയമുണ്ട് എന്ന് പറയുന്നതും അറിയാമെന്ന് പറയുന്നതും വലിയ വ്യത്യാസമുണ്ട്. പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആളെ കണ്ടും സംസാരിച്ചും ഒക്കെ പരിചയമുണ്ട്. പക്ഷേ അറിയാമെന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയേണ്ട വാക്കാണെന്ന്. അത് കുഞ്ഞൊരു സംഭവമാണ്. അത്ര വലിയ മലയാളം എന്താ പറയുക, മലയാളം അത്ര ആഴത്തിൽ ചിന്തിച്ചാൽ മാത്രം ഒരു വലിയ വിഷയമാവുന്ന കാര്യം മാത്രമാണത്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ സംഭവം മായാതെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളെ അറിയാമെന്ന് ഞാൻ പറയാറില്ല. കാരണം ശരിയാണ്, അറിയാമെന്ന് പറയുമ്പോൾ ആ ആളെ നന്നായി അറിയണം, ആ ആൾ എന്താണെന്നറിയണം, ആ ആൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ ആൾ അടുത്ത നിമിഷം എന്ത് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്, അറ്റ്ലീസ്റ്റ് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളൊരു ധാരണയെങ്കിലും വേണം. ഒരു മനുഷ്യനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ അറിയാമെന്ന് പറയാൻ പറ്റില്ല. പരിചയമുണ്ട്, കണ്ടുപരിചയമുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്നല്ലാതെ നമുക്ക് ഒരാളെ അറിയാമെന്ന് പറയാൻ അതൊരു മാനദണ്ഡമല്ല എന്ന് പറഞ്ഞു. ശരിക്കും എന്തൊരു വേർത്തായിട്ടുള്ള അല്ലെങ്കിൽ എന്തൊരു ഡെപ്തുള്ളൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. ഹാപ്പി റിഫ്ലക്റ്റിംഗ്.